ഹായ്, ഇന്നൊരു വ്ളോഗാണേ. വ്ളോഗ് മാത്രമല്ല കേട്ടോ, ഒരു റെസിപ്പിയും കൂടി ഉണ്ട്. നമ്മുടെ ഓണത്തിൻ്റെ സ്പെഷ്യൽ വിഭവമായ പുളിഞ്ചിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ പുളിഞ്ചി ഞാൻ അത്തത്തിനൊക്കെ വെക്കാറുണ്ട്. ഇപ്പോൾ ഈ കൊല്ലം അത്തത്തിന് ഞാൻ വെച്ചില്ല. അത്തത്തിന് വെച്ച് കഴിഞ്ഞാൽ 2 വട്ടം ഞാൻ ഉണ്ടാക്കേണ്ടി വരും കേട്ടോ. തിരുവോണമാകുമ്പോഴേക്കും പുളിഞ്ചിയൊക്കെ തീർന്നു പോകും. ഇപ്പോൾ 2 വട്ടമായിട്ട് ഞാൻ വെക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ബുദ്ധിപരമായി കളിച്ചു. ഉത്രാടത്തിൻ്റെ തലേദിവസം പൂരാടത്തിനാണ് കേട്ടോ ഞാൻ പുളിഞ്ചി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണേ. അപ്പോൾ ഇന്ന് നമ്മുടെ പുല്ല് വെട്ടാനൊക്കെ ആൾ വന്നിട്ടുണ്ട്. എനിക്ക് പുല്ല് വെട്ടാൻ ആളെയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ ചേട്ടൻ വിളിച്ച് സെറ്റാക്കിയത് കണ്ടില്ലേ, ഫ്രണ്ടിലൊക്കെ നിറച്ച് കാട് പിടിച്ചിട്ടും ഉള്ളിലും ഒക്കെ അങ്ങനെ എനിക്ക് എന്നെ കൊണ്ട് പറ്റണുണ്ടായില്ല കേട്ടോ നോക്കാനായിട്ട്. അപ്പോൾ ചേട്ടനാണെങ്കിൽ എന്നും രാവിലെ എണീറ്റിട്ട് ഈ പുല്ലിൻ്റെ ഉള്ളിൽ കള വരുന്നതൊക്കെ അങ്ങനെ പറിക്കും. പക്ഷേ എനിക്ക് നേരം കിട്ടാറില്ല. അപ്പോൾ ഈ 2 മാസം കൊണ്ട് നന്നായിട്ട് തന്നെ നമ്മുടെ നല്ല പുല്ലൊക്കെ പോയി അതിൻ്റെ ഉള്ളിൽ ഈ കള വന്ന് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാളെ വിളിച്ചപ്പോൾ അത് ഭയങ്കര റേറ്റാണ് കേട്ടോ പറഞ്ഞത്. 4000 രൂപയൊക്കെ പറഞ്ഞിരുന്നു. ഈ ചേട്ടനാണെച്ചെങ്കിൽ മണിക്കൂറിന് 350 രൂപ വെച്ചിട്ട് ആണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ, കുറച്ചല്ല നല്ല പോലെ നമുക്ക് അഫോർഡബിളായിട്ട് തോന്നിയിട്ടാണ്. അപ്പോൾ നമ്മൾ പുല്ല് വെട്ടാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അടുത്ത പുളിഞ്ചിയുടെ റെസിപ്പിയാണ്. ഒരു 8 ആഴ്ച ശർക്കരയോളം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും, പിന്നെ 300 ഗ്രാമിൻ്റെ 2 പാക്കറ്റായിരുന്നു പുളി. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് കുറച്ചും ഒന്ന് ഇളക്കി വിട്ടുട്ടാ. പിന്നെ ഞാനൊരു കാര്യം വിട്ടുപോയി, ഉപ്പല്ല പ്രാധാന്യം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അത് നല്ലപോലെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തു. പിന്നെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ കുറച്ചധികം ഒഴിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ഈ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അതൊക്കെ നല്ല പോലെ തന്നെ വഴറ്റി കൊടുത്തിട്ട്, ഇഞ്ചിയും പച്ചമുളകും വഴറ്റണതാണ് എനിക്ക് ഇഷ്ടം. ഏകദേശം ഒരു വറുത്ത പോലെ ഇടുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. ചിലവർ ഞാൻ കണ്ടിട്ടുണ്ട് അതിലിങ്ങനെ പച്ചക്ക ഉണ്ട്. എനിക്ക് പച്ചക്ക് അടിക്കുമ്പോൾ എനിക്ക് അത്ര ടേസ്റ്റാണ് തോന്നാറില്ല. കുറച്ച് വറുത്തിട്ട് പിന്നെ അതിലേക്ക് പുളി ഒഴിക്കണതാണ് കേട്ടോ എനിക്കിഷ്ടം. അങ്ങനെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച പുളിയും കൂടെ ഇടണം. അപ്പോൾ പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് കുറച്ച് ടൈം എടുത്തിട്ടുള്ള പ്രോസസ്സാണ്. കുറച്ചധികം നേരം വേണം ഈ പുളിഞ്ചി ഉണ്ടാക്കാനായിട്ട്. അത് നല്ലപോലെ പുളിയൊക്കെ അങ്ങനെ തിളച്ച് വറ്റി ഇങ്ങോട്ട് കിട്ടണം. എന്നിട്ട് അതേ പുളിയൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര നീരും കൂടെ, ഉരുക്കി വെച്ച ശർക്കര നീരും കൂടെ ഒഴിക്കണം. അപ്പോൾ ഇനി ശർക്കര നീരും കൂടെ ഒഴിക്കട്ടെ. ശർക്കര നീരും കൂടെ ഒഴിച്ചപ്പോൾ ചീനച്ചട്ടി ഫുള്ളായിട്ട് നിറഞ്ഞു വിട്ടു. അപ്പോൾ ഞാൻ അടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചു. ഗ്യാസുമ്മ വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. അത് കുറേ നേരം വെക്കേണ്ടതാണല്ലോ, കുറേ ഗ്യാസ് പോകും. അപ്പം ഞാൻ ചോറ് വെച്ചിട്ട് ആ ചൂട് അതിലുണ്ടായിരുന്നു അടുപ്പിൽ. അപ്പം ഞാൻ വേഗം തന്നെ തീയൊക്കെ കൂട്ടി ഉരുളിയിൽ അടപ്പത്ത് വെച്ച്. ഉരുളിയിലാകുമ്പോൾ തിളച്ച് പോണ പ്രശ്നമില്ലല്ലോ. പക്ഷേ ചീഞ്ചട്ടിയിൽ എനിക്ക് 2 വട്ടം പറ്റിയിട്ടുണ്ട് കേട്ടോ. തിളച്ച് ഇങ്ങനെ പോയിട്ടൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ നിന്ന്. എൻ്റെ അടുത്തത് പാറൂസ് ഉണ്ട്. അപ്പോൾ പാറൂസ് ഇത് അവിടെ നിന്ന് കുറുമ്പൊക്കെ കാണിക്കണേ. പിന്നെ അത്യാവശ്യം പുകയുണ്ട് കേട്ടോ. ഞാനാണ് അടുപ്പ് കത്തിച്ചത്, അമ്മ കടയിൽ പോയി. അപ്പോൾ അത്യാവശ്യം പുകയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ ആ പുകയത്തൊക്കെ നിന്നിട്ട് നമ്മുടെ പുളിഞ്ചി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഈ ശർക്കര നീര് ഒഴിച്ചിട്ട് ഇതും കൂടെ നല്ല പോലെ കുറുകി ഇങ്ങനെ വറ്റി വരണം. അതുവരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കുറച്ചൊക്കെ പൊട്ടി കൈമയ്ക്കൊക്കെ എൻ്റെ തെറിച്ച് പോകുന്നു കേട്ടോ. അപ്പം ഞാൻ ഒരു തുണിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇളക്കി നമ്മുടെ പുളിഞ്ചിയൊക്കെ റെഡിയായി. കുറേ നേരം എടുത്തിട്ടാണ് കേട്ടോ പുളിഞ്ചിയൊക്കെ ആയത്. നിന്ന് എൻ്റെ കാലൊക്കെ കഴിച്ചു. പാറസും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പാറസ് തീയിൽ കളിക്കായിരുന്നു. അപ്പോൾ ഞാൻ അവളെ അവിടെ നിന്ന് ഓടിപ്പിച്ചു വിട്ടു. ഇനി ഓണായിട്ട് കയ്യും കാലൊന്നും പൊള്ളിയിരിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പാറസിനെ ഞാൻ അകത്തേക്ക് ആക്കി. ഇനി ഇതിലേക്ക് വറുത്ത് ഇടണം. പിന്നെ കായും ഉലുവയും കൂടെ അതും കൂടെ പൊടിച്ചിടണം.
എൻ്റെ പാറു ഇനി അവിടെ വെച്ചേ കുറുമ്പ് കാണിക്കാതിരിക്കണേ. ഇനി വറുത്തിടാനാണ്. അപ്പോൾ ഒരു ചീഞ്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തേ. കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ വല്ല മൂടിയോണ്ടൊക്കെ ഞാൻ അടയ്ക്കാറുണ്ട് കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ മോത്തിക്കൊക്കെ അങ്ങനെ പൊട്ടി പോകും. പക്ഷേ ഇപ്പോൾ അടുത്ത് മൂടിയൊന്നും ഞാൻ കിട്ടിയില്ല. പിന്നെ കുറച്ച് വറ്റൽമുളക് അതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തേ. അധികം ഒന്നും ആക്കിയില്ല, കുറച്ച്. അതിന് ശേഷം അതിലേക്ക് കുറച്ച് കഴുകി വെച്ച ഉഴുന്നും പരിപ്പ് അതും കൂടെ ഇട്ട് കൊടുത്ത് ആ ഉഴുന്നും പരിപ്പൊന്ന് കടിക്കുമ്പോൾ ഒന്ന് പൊട്ടണം, അതുവരെ ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തു. പിന്നെ അതിലേക്ക് ഉലുവപ്പൊടി, മേമ്പൊടി ഇട്ട് ഉലുവപ്പൊടി, പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ അതും കൂടെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ പൊടിയല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാനത് നല്ലോണം വറുത്തെടുത്തിട്ട് നമ്മുടെ പുളിഞ്ചിയിലേക്ക് കൊണ്ട് ഒഴിച്ചു. നല്ല ടേസ്റ്റുള്ള പുളിഞ്ചിയാണ് കേട്ടോ. ഇതും സാമ്പാറോ അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു കറി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ പുളിഞ്ചിയും കൂടെ കഴിക്കാം, നല്ല ടേസ്റ്റാണ്. എനിക്ക് സാമ്പാറിൻ്റെ കൂടെ പുളിഞ്ചി കഴിക്കാൻ ഇഷ്ടം, മോര് കറി അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ ഇഷ്ടം. ചേട്ടൻ പോകുമ്പോൾ പുളിഞ്ചി കുറച്ച് കൊടുത്തേക്കണം എന്നുണ്ട്, കൊണ്ടുപോകുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ പുളിഞ്ചിയൊക്കെ ഞാൻ കൊടുത്തേക്കാറുണ്ട്. പുളിഞ്ചി മോര് കറി അതൊക്കെ നല്ല പോലെ വറ്റിച്ച് വെച്ചിട്ട് ഏകദേശം മോരുകറിയൊക്കെ ഒരാഴ്ച 1.5 ആഴ്ചയൊക്കെ ഉണ്ടാവും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ. പുളിഞ്ചി കുറേ നാൾ നിൽക്കുമല്ലോ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ. ഇനി കൊണ്ടുപോകാമെന്ന് എനിക്കറിയില്ല. നല്ല ടേസ്റ്റുള്ള പുളിഞ്ചിയാണ്. ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇവിടെ എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ പുളിഞ്ചി വെച്ചിട്ടൊന്ന് ചൂടാറിയിട്ടൊന്ന് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് പുളിഞ്ചി ചോദിച്ച് വാശി പിടിച്ച് നടക്കുന്നുണ്ട്. ഈ ശർക്കര പാനിക്കല്ലേ നല്ല ചൂടുണ്ടാവും, അതൊന്ന് ചൂടാറാനായിട്ട് കുറച്ച് സമയം വേണം. അപ്പോൾ അവരോട് ഞാൻ വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഞാൻ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ നമ്മുടെ പുല്ലൊക്കെ വെട്ടി തുടങ്ങിയിട്ടാണ്. പുല്ലിൻ്റെ കാര്യമായിരുന്നു ഏറ്റവും പേടി. ഇന്നിപ്പോൾ നമ്മൾ വീടൊക്കെ വൃത്തിയാക്കിയിട്ട് മുറ്റം വൃത്തികേടായി കിടക്കുമോ എന്നുള്ളൊരു പേടിയായിരുന്നു. പക്ഷേ നമുക്കൊരു പറ്റിയൊരു ചേട്ടനെ കിട്ടി നമുക്ക് പുല്ലൊക്കെ വെട്ടാനായിട്ട്. അപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ നേരം പണി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ പുല്ല് വെട്ടലൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഫ്രിഡ്ജൊന്ന് വൃത്തിയാക്കാൻ നോക്കണേ. അപ്പോൾ കുറച്ച് നാളായി നമുക്ക് ഓണത്തിന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് വൃത്തിയാക്കാറുണ്ട്. ഇപ്പോൾ ഓണം അല്ലേ, ഒരു എൻഡായിട്ട് നിൽക്കുന്നത് ഓണാണ്. അപ്പോൾ ഓണത്തിന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് നമ്മൾ വെജിറ്റബിൾസൊക്കെ വെക്കണ ആ ട്രേയും പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള സകല ട്രേയും എല്ലാതും എടുത്ത് കഴുകുകയാണ്. അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഫുഡ് ഐറ്റംസുകളും വലിച്ച് ഞാൻ പുറത്ത് ഇട്ടിട്ടുണ്ട്. ഫ്രിഡ്ജ് വൃത്തിയാക്കുമ്പോൾ ഞാൻ ഇതേപോലെ ട്രേകളെല്ലാം എടുത്ത് കഴുകാറുണ്ട് കേട്ടോ, എന്നാലേ എനിക്കൊരു തൃപ്തിയാവുള്ളൂ. അപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ നിന്ന് എല്ലാ സംഭവങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മിഠായി ചോക്ലേറ്റൊക്കെ ഇരിക്കണ കാരണം പാറൂസും കുഞ്ഞും എപ്പോഴും വന്ന് ഈ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ അവരുടെ കൈമത്തെ ചെളിയും ഒക്കെ ഈ ഡോറുമയൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കണേ. അപ്പോൾ അതൊക്കെ തുടയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഓരോ ട്രേകളും അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളം മാറ്റിയിട്ടുള്ളൂ. പക്ഷേ ഞാനൊരു ഉണങ്ങിയ തുണി, കോട്ടൻ്റെ തുണിയൊക്കെ വെച്ച് നല്ലപോലെ തുടച്ചിട്ട് ഇനി വീണ്ടും കയറ്റി വയ്ക്കുകയാണ്. ഓരോ ട്രേകളായിട്ട് അങ്ങോട്ട് കയറ്റി വയ്ക്കുക. അപ്പോൾ ഫ്രീസറിൻ്റെ ഉള്ളിലാണെങ്കിൽ ഫ്രീസറൊക്കെ തുടച്ച് വൃത്തിയാക്കി. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല തുടയ്ക്കാനായിട്ട്. ഇനി ട്രേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കഴുകാനും തുടയ്ക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ സെറ്റാക്കട്ടെ. ഫ്രിഡ്ജ് വൃത്തികേടായി കിടക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ് കേട്ടോ. എങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇത്ര അധികം സാധനങ്ങൾ വരുന്നതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഓരോ കറികളും തലേദിവസം വൈകുന്നേരം കഴിച്ച് ബാക്കി ഉണ്ടെങ്കിൽ നാളെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ ഉള്ളിൽ വെക്കും. ചിക്കനോ മട്ടനോ അങ്ങനെ ബീഫ് അങ്ങനത്തെ ഒക്കെ വല്ലതൊക്കെ ആണെങ്കിൽ വേഗം തന്നെ എൻ്റെ ഫ്രിഡ്ജിൽ നിന്ന് പൊക്കോളും. പക്ഷേ ഈ മറ്റേ കറികളും വെജിറ്റബിൾ കറികളും ഒക്കെ ആണെങ്കിൽ അവിടെ ഇരിക്കും. ചൂടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ തന്നെ വെച്ചിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊക്കെ എടുത്ത് കളയേണ്ടി വരും കേട്ടോ. കുറച്ചാകുമ്പോൾ അങ്ങോട്ട് കളഞ്ഞാൽ മതി, ഉള്ളിൽ കയറ്റി വെക്കാണ്ട്. പക്ഷേ ഞാൻ അത് എടുക്കാമെന്ന് വിചാരിച്ച്
ഒക്കെ കയറ്റി വയ്ക്കും. ഈ താഴത്തുള്ള ട്രേയിലാണ് ഞാൻ സോയ സോസ്, ടൊമാറ്റോ, പിന്നെ ജാമ്, പിന്നെ ഈ ബിരിയാണി എസൻസ്, ഈസ്റ്റ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, കുപ്പി ഐറ്റംസുകളൊക്കെ, അതൊക്കെ ഞാൻ താഴത്ത് വയ്ക്കും. പിന്നെ ചിയ സീഡ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ താഴത്താണ് ഇട്ട് വയ്ക്കുക. പിന്നെ പൊടികളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കാറുണ്ട്. റവ, അപ്പോൾ കുറച്ച് നാളായി റവ ഇരിക്കണം, അപ്പോൾ അതിൽ നിന്ന് ഓരോ ടീസ്പൂണ് മാത്രമേ ഞാൻ മറ്റേ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ കുറുക്കി ഒഴിക്കാറുണ്ട്. അപ്പോൾ കുറച്ച് മാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പുറത്ത് വെച്ചാലൊക്കെ കേടാവും. പിന്നെ നമ്മുടെ കാപ്പിപ്പൊടി അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഫ്രിഡ്ജിലാണ് വയ്ക്കുക. കുറച്ചെടുത്തിട്ട് ബാക്കി ഉണ്ടാവുമല്ലോ, അപ്പോൾ ഈ ചിലപ്പോൾ അടപ്പ് പോയി കുപ്പികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ അടപ്പ് പോയി ചില്ലുപാത്രം അങ്ങനെ, പിന്നെ നമുക്ക് അമ്പലത്തിൽ നിന്ന് പായസം കിട്ടുന്ന ആ പാത്രം, അതൊക്കെ ഞാൻ ഒന്നും കളയാറില്ല കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ട് വയ്ക്കാം. കാപ്പിപ്പൊടി, പിന്നെ പച്ചമുളക്, പിന്നെ ഉണക്കമുളകില്ലേ, അങ്ങനത്തെ സംഭവങ്ങൾ. ഉണക്കമുളകൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കേടാവില്ല കേട്ടോ, കുറേ നാൾ നമുക്ക് ഇരിക്കും. പക്ഷേ അതിന് വേണ്ടി പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവും. പിന്നെ പച്ചമുളക്, ഇന്നലെ മേടിച്ചു കൊടുക്കുന്ന പച്ചമുളക് ഉണ്ടായിരുന്നു. പിന്നെ പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു എടുത്ത് വയ്ക്കാനായിട്ട്. മുളകും മല്ലിയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴുകി ഉണക്കി പൊടിപ്പിക്കാൻ വേണ്ടി വാങ്ങിച്ചത്. അപ്പോൾ പിന്നെ മഴയൊക്കെ ആയ കാരണം അത് കഴുകാനോ ഉണക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കടയിൽ നിന്നൊക്കെ കുറേശ്ശെ വാങ്ങിച്ചു. അല്ലെങ്കിൽ വിഷു, ഓണം ആ സമയത്തൊക്കെ മുളകും മല്ലിയൊക്കെ വാങ്ങിച്ച് പൊടിപ്പിച്ച് നിറയെ വെക്കുമായിരുന്നു. പക്ഷേ ഇക്കൊല്ലം പറ്റിയില്ല. പിന്നെ പഞ്ചസാരയൊക്കെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഉറുമ്പ് വരും കേട്ടോ. പഞ്ചസാര, ശർക്കര, അതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് കേട്ടോ വയ്ക്കാറ്. ഞാൻ എത്ര ടൈറ്റാക്കി അടച്ചു വെച്ചാലും ഇവർ ചിലപ്പോൾ ഇത്തിരി എരിവുള്ളതൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡബ്ബയുടെ മൂടി ചെറുതായിട്ടൊന്ന് അടച്ചു വയ്ക്കുള്ളൂ, അപ്പോൾ ഉറുമ്പ് വരും. അങ്ങനെ ഇപ്പം ഞാൻ ഫ്രിഡ്ജിലാക്കി വയ്ക്കൽ. മധുരത്തിൻ്റേതായ എല്ലാ സംഭവങ്ങളും ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് കേട്ടോ വയ്ക്കുക. പിന്നെ ഈ പച്ചരി, അങ്ങനെ പച്ചരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങുമ്പോൾ, ചെറുപയർ അങ്ങനത്തെയൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ എടുത്തിട്ട് കുറേശ്ശെ പാക്കറ്റിൽ ഉണ്ടാവുമല്ലോ. എൻ്റെ കയ്യിലിപ്പോൾ പുട്ടുപൊടി ഒക്കെ കുറേശ്ശെ ഒരു അര ഗ്ലാസ്സൊക്കെ ഉണ്ടാവുള്ളൂ എല്ലാതും. അതൊക്കെ ഇനി പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ ഉച്ചി വരും. അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ അപ്പോൾ കൈയോടെ തന്നെ ഫ്രിഡ്ജിൽ വയ്ക്കും. അപ്പോൾ പിന്നെയും കുറേ നാൾ ഇരുന്നോളൂ. അപ്പോൾ നമ്മൾ പുതിയത് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഇതിട്ട് വയ്ക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഫ്രിഡ്ജിൽ ഞാൻ വയ്ക്കാറുണ്ട്. ലാസ്റ്റാണ് കേട്ടോ ഐസിൻ്റെ ട്രേ ഞാൻ ഉപയോഗിക്കാറേ ഇല്ല കേട്ടോ. അവിടെ ട്രേയിലൊക്കെ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണാണ്ട് എടുത്ത് രണ്ടാളും ഈ ഐസൊക്കെ എടുത്ത് കളിക്കും. അപ്പോൾ ആ സംഭവം ഞാൻ ഉപയോഗിക്കാറേ ഇല്ല. എന്നാലും അത് കഴുകി വെക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് കഴുകി എടുത്തു. അങ്ങനെ എൻ്റെ ഫ്രിഡ്ജൊക്കെ വൃത്തിയായിട്ടാണ്. ഇപ്പോൾ ഇതേപോലെ ഒതുങ്ങിയിരിക്കുന്നുണ്ട്. ഇനി തിരുവോണത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് എല്ലാ സംഭവങ്ങളും, ഉച്ചയ്ക്കല്ല വൈകുന്നേരം എല്ലാ സംഭവങ്ങളും ബാക്കിയുള്ളതൊക്കെ എനിക്ക് കയറ്റി ഫ്രിഡ്ജൊക്കെ ഇനി പഴയ പോലെ ആവാനാണ് കേട്ടോ കിടക്കണേ. ഇപ്പോൾ കുറച്ച് സോസേജും പിന്നെ കുറച്ച് എണ്ണയും ഒക്കെ ബാക്കി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി സോസേജൊന്നും എടുക്കില്ല. ഇനിയിപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഇനി എടുക്കുള്ളൂ. രണ്ടോണത്തുനിന്ന് അപ്പോൾ ചിക്കനൊക്കെ വാങ്ങുമല്ലോ. രണ്ടോണത്തുനിന്ന് മിക്കതും ഞങ്ങൾ ബിരിയാണിയാണ് വെക്കാറ്. ഇപ്രാവശ്യം വെക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബിരിയാണി അരിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചേട്ടൻ ശനിയാഴ്ചയാണ് പോണേ. തിരുവോണത്തിൻ്റെ പിറ്റേ ദിവസം, രണ്ടോണത്തിനാളാണ് പോണേ. വൈകിട്ടാണ് പോവുക. അപ്പോൾ ഇനിയിപ്പോൾ വിഷമത്തിൽ ബിരിയാണി വെക്കണില്ല എന്നാണ് വിചാരിക്കണേ. അങ്ങനെ അതാ വേസ്റ്റും ഫ്രിഡ്ജിൻ്റെ ഉള്ളിലത്തെ പാക്കറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെ വേസ്റ്റും ഒക്കെ ഞാൻ പറക്കി കളയാണ്. ഈ ഹരിതകർമ്മസേനക്കാർ വരുമ്പോൾ ഇതേപോലത്തെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ കൊടുക്കാനായിട്ട് എടുത്തു വയ്ക്കും. അതൊക്കെ വാരി പറക്കി കളഞ്ഞ് കൈയോടെ തന്നെ അവിടെ തുടച്ചിടുകയാണേ. അല്ലെങ്കിൽ ഇനി രണ്ടാമത് ഞാൻ പണിയാൻ നിൽക്കേണ്ടി വരും. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് മുകളിലൊക്കെ വൃത്തിയാക്കാനായിട്ട്. ജനാലയൊക്കെ പൊടി തുടക്കേണ്ട. മുകളിലേക്ക് കയറിയിട്ടില്ല, ആകെ ബാത്റൂം മാത്രമേ കഴുകിയിട്ടുള്ളൂ. പിന്നെ ജനാലകൾ പൊടി തുടയ്ക്കണം. ഓപ്പൺ ടെറസൊക്കെ അടിച്ച് വാരണം. അതൊക്കെ റെക്കോർഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഫോണിൽ ചാർജ് കുറച്ച് കുറവാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് മുകളിലേക്കൊക്കെ കയറാനായിട്ട്. പിന്നെ പുല്ലിൻ്റെ അടുത്തേക്ക് ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. പുല്ല് വെട്ടിയിട്ട് അവിടെ കുറേ പുല്ലുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതൊക്കെ അടിച്ച് വാരി കളയണം.
അങ്ങനെ ഇന്ന് ഫുൾ പണിയാണ്. ഇന്ന് എപ്പോഴാണ് പണി തീരാന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഈ ഓണം വിഷു ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഈ ഹൗസ് വൈഫുകൾക്കൊക്കെ മിക്കതും ഭയങ്കര പണിയോട്ടാ. ഓണം കഴിഞ്ഞ് തിരുവോണത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞ് ഒരൊറ്റ കിടപ്പാണ്. പിന്നെ എണീക്കുക വൈകുന്നേരത്തിനാണ്. ഉറങ്ങി ക്ഷീണം അങ്ങോട്ട് തീർക്കും. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനുണ്ടായിരുന്നേ. നമ്മൾ പയർ മേടിച്ചതും അതൊക്കെ ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ എടുക്കേണ്ട കാരണം ഞാൻ ആ ഡബ്ബയിൽ തന്നെ എടുത്ത് വെച്ച് കുറച്ച് കഴിഞ്ഞ ആഴ്ചയിലത്തെ ഇരിക്കുന്നുണ്ടായിരുന്നു കുറേശ്ശെ കവറുകളിൽ. അത് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റിയില്ല കേട്ടോ. അതൊക്കെ നമുക്കിപ്പോൾ അടുത്തെടുക്കണത്. ഈ പരിപ്പും കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ പരിപ്പ് മേടിച്ചതൊക്കെ ഞാൻ അതിൽ ഇട്ട് വയ്ക്കാൻ നോക്കുകയാണേ. അങ്ങനെ പുളിഞ്ചിയൊക്കെ കുറേശ്ശെ തണുത്ത് തുടങ്ങി. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. തണുത്തപ്പോൾ അവർക്ക് ഞാൻ കൊണ്ടു കൊടുക്കാൻ പോവുകയാണെങ്കിൽ അവർ കുറേ നേരം എന്നോട് പുളിഞ്ചി ചോദിക്കണം. വെറുതെ അങ്ങോട്ട് കോരിയെടുത്ത് കഴിക്കും. പിന്നെ ഈ പുളിഞ്ചി കഞ്ഞിവെള്ളത്തിൽ കുറച്ചൊരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്ത് അതിൽ തുണ്ടുപ്പിട്ട് ഈ പുളിഞ്ചിയും കൂടെ ഇട്ട് വയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. കഞ്ഞിവെള്ളത്തിൽ പുളിഞ്ചി ഇട്ട് കഴിക്കാനായിട്ട്. ഞാൻ അവർക്ക് അങ്ങനെ കൊടുത്തില്ല. അവർക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നക്കി ഇങ്ങനെ ഇരിക്കാനാണ്. മധുരം ഞാൻ കുറച്ച് കൂടുതൽ ഇടുന്ന കാരണം അവർക്ക് കുറച്ചും കൂടെ ഇഷ്ടമാവേ. അപ്പം ഞാൻ അധികം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി വയറിന് വല്ല അസുഖമൊക്കെ വരുമോ എന്ന് വിചാരിച്ചിട്ട് അധികം ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാറില്ല. അങ്ങനെ ഞാൻ എന്താ പുറത്തേക്കൊക്കെ ഇറങ്ങി നോക്കിയപ്പോൾ പുല്ല് വെട്ടിയോടത്തൊക്കെ നിറയെ ഈ പുല്ല് വെട്ടിയതിൻ്റെ തരികളും ഒക്കെ കിടക്കുകയാണ് കേട്ടോ. ദൈവമേ, ഇനി അതും ഫുള്ളും വൃത്തിയാക്കണ്ടേ, കുറേ സ്ഥലമുണ്ട് വെടുപ്പാക്കാനെന്ന് വിചാരിച്ച് വിഷമിച്ച് ഞാൻ നിൽക്കുമ്പോഴാണ് ചേട്ടൻ പതുക്കെ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പാവം വെയിലുണ്ട്, വെയിലും കൊണ്ടാണ് അവിടെയൊക്കെ ചെയ്യണത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഞാനും വാരി കളഞ്ഞ് പുല്ലൊക്കെ. എന്ത് കടയാ? ഇല്ല അങ്ങോട്ട് പോകണം. വെള്ളത്തിനവനെ വെള്ളം തരാം ഇവിടെ വാ. മറ്റോണം പിടിച്ചിട്ട് മരം വണ്ടി ചൂര അങ്ങനെയാണോ പിടിക്കുക? പിടിക്കുന്നത് ഈ ഭാഗം കൂടെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. ബാക്കി എല്ലാ ഭാഗവും വൃത്തിയായി. ഇവിടെയൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ നിറയെ കാട് പോലെയായി. ഈ മറ്റേ കള വന്നിട്ടേ നല്ല ഭംഗിയായിരുന്നു. അതിൻ്റെ ഇടയിൽ ബെഞ്ചൊക്കെ കിടന്നിട്ട് ഞങ്ങളവിടെ ചെന്ന് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാറുണ്ട് ആദ്യമൊക്കെ. ഇപ്പോൾ ആകെ പുല്ലൊക്കെ നിറഞ്ഞു. ചേട്ടനാണെങ്കിൽ അതൊക്കെ വലിക്കായിരുന്നു. എനിക്ക് സമയമില്ല ഇതിനൊന്നും. അപ്പോൾ നമ്മുടെ പുല്ലൊക്കെ കേടായിട്ടാണ്. ഇനി ഇത് മഴ പെയ്യുമ്പോൾ വളരും എന്ന് വിചാരിക്കണു. അതിൻ്റെ ഇടയിൽ കൂടെ കളയും വളരും. പക്ഷേ ചേട്ടനെ മാസത്തിലൊരു തവണ വിളിച്ച് വെട്ടിക്കാമെന്നൊക്കെ വിചാരിക്കുന്നു. നമ്മുടെ പുല്ലൊക്കെ ഇത്തിരി വൃത്തിയിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട്.
അത് കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് കയറിയപ്പോണ്ട് രണ്ട് പേരിന്ന് മാറി മാറി ഫോണിൽ ഗെയിം കളിക്കലും ടി വി കാണലും. ഒരാൾ ഗെയിം കളിക്കുക, ഒരാൾ ടി വി കാണുക. അത് കഴിയുമ്പോൾ അടുത്ത ആൾ ഗെയിം കളിക്കുക, മറ്റാൾ ടി വി കാണുക. ഈ ചോക്ലേറ്റ് തിന്നുക. എനിക്കങ്ങോട്ട് ദേഷ്യം വന്നിട്ടാ. ഞങ്ങൾ നിന്ന് പണിയെടുക്കുക. പിന്നെ കുട്ടികളല്ലേ, ഞാനും ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെയല്ല ആടുന്നതെന്ന് വിചാരിച്ചു. എന്നാലും എനിക്ക് കുറച്ച് കുശുമ്പൊക്കെ ആയിട്ട് രണ്ടുപേരും ഇരിക്കുന്നത് കണ്ടിട്ട് അങ്ങനെ ഞാൻ എൻ്റെ കിച്ചണിൽ ചെന്ന് നോക്കിയപ്പോൾ നിറയെ പാത്രങ്ങളുണ്ട് കേട്ടോ. രാവിലെ തൊട്ടിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു കഴുകാനായിട്ട്. ഇനി ഉച്ചയാകുമ്പോഴത്തെ വേറെ പാത്രങ്ങൾ. അപ്പോൾ കുറേ പാത്രങ്ങളുള്ള കാരണം ഞാൻ കുറച്ച് വിമ്മിൻ്റെ ലിക്വിഡ് ഇട്ട് ഒക്കെ എത്തിനി അങ്ങോട്ട് വേഗം തന്നെ തേച്ച് മോറിയെടുത്തേ. ഇനി ഇത് കഴുകി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ മുത്തിയമ്മാമ്മയ്ക്ക് ചോറ് കൊടുക്കാനായിട്ട് പോകാൻ. പിന്നെ പാറസിനും കുഞ്ഞിനും ചോറ് കൊടുക്കണം, ഞങ്ങൾക്കും ഭക്ഷണം കഴിക്കണം. അങ്ങനെ അപ്പം ഞാൻ വേഗം തേച്ച് കഴുകട്ടെ. പിന്നെ ഞാൻ കുറച്ച് ക്ലീനിങ്ങിനായിട്ട് നിന്നേ. നമ്മുടെ ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കാനും അങ്ങനെയൊക്കെ നിന്ന കാരണം ഇവിടെ ഒന്നും ക്ലീൻ ആക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടെ ഞാൻ ക്ലീനാക്കി. അങ്ങനെ നമ്മുടെ പുല്ലൊക്കെ വെട്ടി എല്ലാവടെയും നല്ല വൃത്തിയായിട്ടാണ്. ഓണത്തിന് പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ക്ലീനായിട്ട് കിടക്കാനായിട്ട്. ആദ്യമൊക്കെ എന്തൊരു പച്ചപ്പായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇവിടെ കാണാനായിട്ട്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ഫാമിലിയിലുള്ളവർ വരുമ്പോഴും ഇവിടെ ഇത് നിറച്ച് ഇങ്ങനെ പച്ചപ്പൊക്കെ ആയിട്ട് നല്ല ഭംഗിയില്ല കാണാനായിട്ട്. അതും ഇരുന്നിട്ട് അവർ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ അതേ ഈ ഒരു ഇതായി. ഇനി ഇത് പടിഭാഗമായിരുന്നു, പറ്റ പോലെ വെട്ടിയതാണ്. ഇനി ഇത് മഴ പെയ്യുമ്പോൾ നല്ല പച്ചപ്പാവട്ടെ. ഇവിടെ കിളിർത്ത് വരുമ്പോൾ ഫ്രണ്ടിലും ഒക്കെ വെട്ടിച്ച് ഇതിൻ്റെ അടിയിലൊക്കെ നിറയെ നമ്മുടെ പുല്ല് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ അറ്റം മുതൽ ആ അറ്റം വരെ പുല്ലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിലെ സ്കൂളാണേ, അവിടെയും നിറച്ച് ചെടികളൊക്കെ വെക്കണേ അവർ. ഞങ്ങളുടെ ഈ ഭാഗത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും നിറയെ പൂക്കളാവട്ടെ. എനിക്ക് കാണാനായിട്ട് കുറച്ച് നാളും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇവിടെയൊക്കെ നിറയെ പുല്ലായിരുന്നു കേട്ടോ വെട്ടിയിട്ട്. ചേട്ടനാണ് ഇത് ഫുള്ളും വൃത്തിയാക്കി. 2-3 വട്ടം അടിച്ച് വാരിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അത് നല്ല മഴക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾ വേഗം മഴയാകുമ്പോഴേക്കും എല്ലായിടത്തും വൃത്തിയാക്കിയിട്ടത് നല്ല മഴ പെയ്തുകൊണ്ട് കേട്ടോ. ഏകദേശം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. നല്ല രസമായിട്ടൊക്കെ കാണാനായിട്ട്. എനിക്ക് മഴയത്തൊക്കെ ഇറങ്ങാനായിട്ട് തോന്നി. എന്നാലും ഞാൻ കടിച്ചു പിടിച്ച് അവിടെ ഇരുന്നു, ചേട്ടൻ ചീത്ത കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. പുറത്തിറങ്ങി നിൽക്കണ കാരണം മഴയത്ത് ഇറങ്ങാൻ തോന്നുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഉള്ളിലിരിക്കുകയാണെങ്കിൽ മടി പിടിച്ച് അവിടെ ഇരിക്കും. ഇതിപ്പോൾ എൻ്റെ മേത്തിക്കൊക്കെ കുറച്ച് തൂവാലൊക്കെ അടിച്ച് നല്ല എന്താ പറയുക, ഒരു പ്രത്യേക ഫീലിലാണ് കേട്ടോ ഞാൻ നിൽക്കണേ. പക്ഷേ മഴയത്തൊന്നും ഇറങ്ങണില്ല. ഇനിയിപ്പോൾ ഓണമൊക്കെ അല്ലേ, ഇനി പനി പിടിച്ച് വയ്യാണ്ട് കിടക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. ബൈ ബൈ, സീ യു.